പ്ലേറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ബംഗ്ലാവുന്ന് മൂന്നിൽ നിന്നുള്ള ആനയെ ദ്രോഹിക്കുന്ന ഒരു ടീമിനെ അവരുടെ പേരിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തുണ്ടായി. അപ്പോൾ ചില അങ്ങനത്തെ സാമൂഹ്യ ദ്രോഹികൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. പൂരം കലക്കാൻ വേണ്ടി നടത്തുന്ന ചില ആൾക്കൂട്ടങ്ങളുണ്ട്. അപ്പോൾ അവരത് പോലീസ് വളരെ ജാഗരൂകരായിട്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം അത്തരം ടീമുകൾ പല സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. അപ്പോഴാണ് അതാണ് ഈ ആനകൾ പല സ്ഥലത്തും ഈ നേർച്ചയ്ക്കും തൃക്കാലം നേർച്ചയ്ക്കും പട്ടാമ്പി നേർച്ചയ്ക്കൊക്കെ ഇടയാനുള്ള കാരണം. അതുകൂടി ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. പ്രൊവോക്കിംഗ് ഒരു സിറ്റുവേഷൻ വരരുത്. പിന്നെ ആരെങ്കിലും ഇത്തരം ആളുകൾ, അതായത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ അലങ്കോലമാക്കാൻ മനസ്സോടെ വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്ത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് എടുക്കണം. ഐ തിങ്ക് ഇത്ര കാര്യങ്ങളാണ്. പിന്നെ വെറ്റിനറി സർജൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഓൾറെഡി കുറെ ചെയ്യുന്നതാണ്. ബാക്കി എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഫോറസ്റ്റുമായിട്ട് യു ഡു സം ഇഷ്യൂസ് ദാറ്റ് യു റേസ് ഇറ്റ്. അതെല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എലിഫൻസ് കോഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഷൂട്ട് ചെയ്യാനുള്ള ആളെ ഏൽപ്പിച്ചിട്ടുണ്ട്, വണ്ടികൾ എല്ലാം നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസ് ഒക്കെ എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് സാർ പറഞ്ഞ പോലെ മാക്സിമം നമ്മൾ ആ ഒരു സംവിധാനം അടം കെട്ടിയിട്ടൊക്കെ നിർത്തിയിട്ട് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ ഇഷ്യൂസ് കണക്കിലെടുത്തുകൊണ്ട് ഒന്നുകൂടി ജാഗരൂകരായിരിക്കാനുള്ള സംവിധാനങ്ങൾ കമ്മിറ്റിക്കാർ. ഈ ആനയുടെ ഹെൽത്ത് സർട്ടിഫിക്കറ്റിൽ എന്നാണ് ആന മസ്തിൽ വന്നതെന്ന് കൂടി നമുക്കൊന്ന് സർട്ടിഫൈ ചെയ്യാം. അല്ല എങ്ങനെയെങ്കിലും അതിൻ്റെ ഡേറ്റെങ്കിലും നമുക്ക് അറിയാമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. കാരണം നമ്മൾ പാപ്പാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വലിയ മുമ്പത്തെ മാസങ്ങളിൽ നിന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു നോർമലി ഹെൽത്ത് സർട്ടിഫിക്കറ്റിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ല. പക്ഷെ അത് അറിയുമെങ്കിൽ നമുക്ക് നന്നായിരിക്കും. സേഫ്റ്റി നമുക്ക് പ്രധാനപ്പെട്ടതാണ്. പിന്നെ നമ്മുടെ പൂരത്തിൻ്റെ ഒരു പേരുദോഷം വരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ. അപ്പം നമ്മളത് ഏറ്റവും നമ്മളാൽ കഴിയുന്ന എല്ലാവിധ പ്രിക്കോഷൻസും നമ്മൾ എടുക്കണം. അതിന് ഫോറസ്റ്റും വെറ്റിനറിക്കും അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുമായിട്ട് കഴിഞ്ഞ വർഷവും നമ്മൾ സഹകരിച്ച് പോയതാണ്. അപ്പം അതേപോലെ തന്നെ ചെയ്യണം. അതുകൂടാതെ നമ്മളതിൽ സ്പെഷ്യലായിട്ട് നോക്കേണ്ടത് എല്ലാ ആനകളുടെയും ലിസ്റ്റ് കൈമാറണം. അഥവാ ഇപ്പം 1, 2, 3 മാറ്റങ്ങൾ കഴിഞ്ഞ തവണ മാറ്റം വന്നിരുന്നോ? അങ്ങനെ മാറ്റം വരാമെന്ന് പക്ഷേ സാർ ഇമ്മീഡിയറ്റ്ലി അവർക്ക് ഞാൻ പറയുന്നത് മാറ്റാൻ ഉദ്ദേശിക്കുമ്പോൾ ഓൾറെഡി കുറച്ച് ആനകൾ മനസ്സിലുണ്ടാവില്ലേ? അല്ല, ഞാൻ പറയുന്നത് 1, 2 ആണെങ്കിലും മാറ്റം വരുമ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ആനകൾ ഉണ്ടാവുമല്ലോ. ഒന്നെങ്കിൽ അടുത്തായിരിക്കണം, അല്ലെങ്കിൽ സ്ഥിരമായി പൂരത്തിന്. അപ്പൊ അതിന്റെ ലിസ്റ്റും കൂടെ മുൻകൂറായിട്ട് അല്ല ഞാൻ പറയുന്നത് മുൻകൂറായിട്ട് കഴിയില്ല. നമ്മൾക്ക് ഈ പറഞ്ഞ ആൾക്കാർ തരുന്ന 3 ആനകൾ ഇതായിരിക്കും. ആ സംവിധാനം ഓട്ടോറിക്ഷകളിലെല്ലാം തന്നെ വീട്ടിൽ നിർബന്ധമായിട്ടുള്ള ഗവൺമെന്റ് അത് വീട്ടിലിടാതെ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഫ്രീ ആയിട്ട് പോകാനുള്ള ഒരു സ്റ്റിക്കർ അടിച്ച് 1-3 മുതൽ ഓട്ടോറിക്ഷയ്ക്ക് അഡ്രസ്സായിട്ട് നൽകുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിടാതെ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് 1-3 മുതൽ ചാർജ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ് ട്രാൻസ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത്. എല്ലാവരും ഓട്ടോറിക്ഷകളൊക്കെ 1-3 മുതൽ കൃത്യമായി വീട്ടിൽ പ്രവർത്തിക്കുക. ആ